ഒരു 1.5 വർഷം പഴക്കമുള്ള വീഡിയോ ആണ് ഇതൊക്കെ. 2025 ഞങ്ങളൊരു മലേഷ്യൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. എങ്കിലും ഒരു വ്ളോഗറിനെ പോലെ എവിടെ പോയാലും വെറുതെ കുറെ വീഡിയോ എടുക്കുമായിരുന്നു. അതുകൊണ്ടെന്താ, ഇപ്പൊ പ്രയോജനം ഉണ്ടായല്ലോ. അങ്ങനെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നും ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആരംഭിച്ചു. ഈ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. സത്യത്തിൽ ട്രിപ്പ് പോകുന്നതിന്റെ തൊട്ട് തലേ ദിവസം രാത്രി 8 മണിക്കാണ് രാഹുലിന്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ കുറെ ടെൻഷൻ അടിച്ച് 99% നടക്കില്ല എന്ന് വിചാരിച്ച ഒരു ട്രിപ്പായിരുന്നു ഇത്. പിറ്റേന്ന് രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ മലേഷ്യയിലെത്തി. എയർപോർട്ടിൽ എത്തിയിട്ടായിരുന്നു ഇന്ത്യൻ റുപ്പി റിംഗറ്റിലോട്ട് കൺവേർട്ട് ചെയ്തതും സിം എടുത്തതുമല്ല. എയർപോർട്ട് ഒരു ഷോപ്പിംഗ് മോൾ പോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഡ്രൈവർ എത്തിയിരുന്നു. ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതൊക്കെ ഞാനിവിടെ കാണിക്കാം. ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നവർ ഒരു പാക്കേജ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞങ്ങൾ സ്കൈലവ് ടൂർസ് എന്ന ട്രാവൽ ഏജൻസിയുടെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരുന്നു ചൂസ് ചെയ്തത്. ത്രൂ ഔട്ട് ദ ട്രിപ്പ് അവരുടെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സർവീസ് ആയിരുന്നു അവരുടേത്. പാക്കേജിൽ ഉണ്ടായിരുന്നത് ഒരു 3 സ്റ്റാർ ഹോട്ടലായിരുന്നു. ഞങ്ങളത് ഒരു 4 സ്റ്റാർ ഹോട്ടലാക്കി പാക്കേജ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഈ ട്രിപ്പിലെ 3 നൈറ്റും ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തത്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേ ഓപ്ഷൻ ആയിരുന്നു ഇത്. എന്തിനു വേണ്ടിയാണെന്നറിയില്ല, അന്ന് ഇങ്ങനെ ഒരു റൂം ടൂർ ഒക്കെ ചെയ്തു വെച്ചത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു റൂമായിരുന്നു ഇത്. ഞങ്ങളിവിടെ ലാൻഡ് ചെയ്യുന്ന ഈ ദിവസം എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ആദ്യം തന്നെ സിറ്റി ടൂർ ആയിരുന്നു പാക്കേജിലുണ്ടായിരുന്നത്. പക്ഷേ അന്ന് അവിടെ വേറെ ഏതോ കൺട്രിയിലെ പ്രസിഡന്റിന്റെ വിസിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് സിറ്റി ടൂർ ലാസ്റ്റ് ഡേയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അതെന്തായാലും നന്നായി. കാര്യം റൂമിൽ വന്ന് നല്ലതുപോലെ ഒന്ന് കിടന്നുറങ്ങാൻ കഴിഞ്ഞു. നല്ല അടിപൊളി ഒരു വിൻഡോ വ്യൂ ആയിരുന്നു ഈ റൂമിനുണ്ടായിരുന്നത്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ട് ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പാക്കേജിലെ എല്ലാ ഡേയ്സിലും പ്രൈവറ്റ് ക്യാബ് അവൈലബിൾ ആയിരുന്നു. നൈറ്റ് സിറ്റി ടൂർ ഉണ്ടായിരുന്നു. നേരെ ട്വിൻ ടവർ കാണാൻ പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്ത ചൈനയിൽ നിന്നുള്ള കുറച്ച് പേരാണ് ഇത്. ഇവർ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. ഞങ്ങൾ അവരുടെയും കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുത്തു. പിന്നെ ഇതേണ്ട ഈ കാർ കണ്ടോ? ഇത് കണ്ടപ്പോൾ എനിക്ക് മറ്റേ GTA കാറൊക്കെയാണ് ഓർമ്മ വന്നത്. അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ രണ്ടുപേരും വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ മലൈ ഫുഡും ഞങ്ങൾക്ക് ഇഷ്ടമായി. ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് മലേഷ്യ ട്രിപ്പ്. ബാക്കി അടുത്ത ദിവസം. ഐ തിങ്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റുകൾ ഒന്നായിട്ടായിരുന്നു ഞങ്ങളുടെ മലേഷ്യയിലെ 2ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. ഈ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്ക് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ അലാമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇന്ത്യൻ, മലേഷ്യൻ, കോണ്ടിനെൻ്റൽ ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ബ്രെഡ്, ഫ്രൂട്ട്സ്, പേസ്ട്രീസ്, സിറിയൽസ്, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, സോസേജ്, എഗ്, സാലഡ്, ടീ, കോഫി, ജ്യൂസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഐറ്റിനറിയിൽ ആദ്യത്തെ സ്പോട്ടായിരുന്നു ക്വാലാലംപൂരിൽ നിന്നും 13 കിലോമീറ്റർ അകലെയുള്ള ബട്ടു കേവ്സ്. മലേഷ്യയിൽ വരുന്നവർ ആരും തന്നെ ഈ സ്ഥലം മിസ്സാക്കാറില്ല. 42.7 മീറ്റർ ഉയരമുള്ള മുരുകന്റെ സ്വർണ്ണ പ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു അവിടെ. പ്രാവിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ അവിടെ തന്നെ വിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഗുഹയുടെ മുകളിലെത്താൻ 272 സ്റ്റെപ്പുകൾ കയറണം. സ്റ്റെപ്പ് കയറുന്ന വഴിയിലെല്ലാം ഇഷ്ടംപോലെ കുരങ്ങുകളും ഉണ്ട്. ഈ ചുണ്ണാമ്പ് ഗുഹകൾക്ക് 400 മില്യൺ വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ എത്തിയപ്പം ശരിക്കും ഒരു തമിഴ്നാട്ടിലെ അമ്പലത്തിലൊക്കെ പോയ പോലെയുള്ള ഫീലായിരുന്നു. ഇവിടെ വന്നതിൽ കൂടുതലും ഇന്ത്യൻസും അതിൽ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരുമായിരുന്നു. ചെറിയ മഴയും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു. ഇതിനു മുകളിലായിട്ടാണ് പ്രധാന ക്ഷേത്രം. അവിടേക്ക് ഞങ്ങൾ പോയില്ല. തിരിച്ചിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അത് മലേഷ്യയിലെ ഹിൽ സ്റ്റേഷനായ ജെൻഡി ഹൈലാൻഡ് ആയിരുന്നു. ഇവിടുത്തെ കേബിൾ കാർ ടിക്കറ്റൊക്കെ ഞങ്ങളുടെ പാക്കേജിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അധിക നേരം ക്യൂ നിന്ന് വിഷമിക്കേണ്ടി വന്നില്ല. ഓൾമോസ്റ്റ് 10 to 15 മിനിറ്റ്സ് കേബിൾ കാർ യാത്രയുണ്ടായിരുന്നു. താഴെ ഫുള്ള് പച്ചപ്പായിരുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൻ ഫോറസ്റ്റുകളിൽ ഒന്നാണ് ഇത്. ജെൻഡി ഹൈലാൻഡിൽ ഷോപ്പിംഗ് മോൾ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ്, കസിനോ, റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ചിൻസ്വി ടെമ്പിളും കാണാൻ പറ്റും. കേബിൾ കാർ മുകളിലോട്ട് പോകുന്തോറും കോട കൂടി വരുന്നുണ്ടായിരുന്നു. അമേരിക്കയിലെ ലാസ് വേഗാസിനെ പോലെയാണ് മലേഷ്യയിലെ ജെൻഡി ഹൈലാൻഡ്. മുകളിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൈ അവന്യൂ മാളിലെത്തി. ഷോപ്പിങ്ങിനായാലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായാലും അല്ല ഇനി വെറുതെ കറങ്ങി നടക്കാനായാലും ഇത് നല്ല ഒരു സ്പോട്ടാണ്.
സെക്ഷനൊക്കെ എൻജോയ് ചെയ്തിട്ട് നേരെ കസിനോയിൽ പോയി. മലേഷ്യയിലെ ലീഗലായിട്ടുള്ള ഒരേ ഒരു കസിനോയേ ഉള്ളൂ, അതാണിത്. കസിനോ ഗെയിംസും ഗാംബ്ലിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഒരു ലൈവ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് വീണ്ടും കേബിൾ കാർ കയറി ചിൻസി ടെമ്പിളിലാണ് വന്നത്. ഇത് 1994 നിർമ്മിച്ച ഒരു ബുദ്ധക്ഷേത്രമാണ്. ഇവിടെ നല്ല തണുപ്പും സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറുമായിരുന്നു. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ചൈനീസ് ആളുകളെ കാണാൻ പറ്റും. ഇവിടുത്തെ പഗോഡകളും ബുദ്ധ പ്രതിമയും ഒക്കെ നല്ല ഫേമസ് ആണ്. ഞാനിത് ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ടെടുത്ത വീഡിയോ ആണ്. ഇതിന്റെ താഴെയായി അങ്ങൊരു റോഡൊക്കെ കാണാൻ പറ്റും. അത്ര ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. വീണ്ടും കേബിൾ കാർ കയറി തിരിച്ചിറങ്ങിയപ്പോഴേക്കും ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു. റൂമിൽ വന്നിട്ട് പൂളിലേക്കാണ് നേരെ പോയത്. നല്ല ഭംഗിയുള്ള വിഷ്വൽസ് ആയിരുന്നു ഇവിടെ. പൂള് ക്ലോസ് ചെയ്യാൻ സമയമായതുകൊണ്ട് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ നൈറ്റ് നേരെ സലോമ ബ്രിഡ്ജ് കാണാൻ പോയി. ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ട് 5-6 വർഷങ്ങളായിട്ടേ ഉള്ളൂ. പെട്രോണാസ് ടിൻ ടവറിന് അടുത്തായിട്ട് തന്നെയാണ് ഈ പല നിറത്തിലുള്ള ബ്രിഡ്ജ് ഉള്ളത്. ഡിന്നർ കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. ഡേ 3യും ഡേ 4ഉം അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഈ ട്രിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ പറയണേ. ടോട്ടൽ കോസ്റ്റും ബാക്കി പാക്കേജിന്റെ ഡീറ്റെയിൽസും എല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം വീണ്ടും കാണാം.